ഹായ് ഫ്രണ്ട്സ്, TCS ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സോഫ്റ്റ് വിൻഡോസ് സെർവർ 2022. ഇതിൽ എങ്ങനെയാണ് നമ്മൾ ADDS, അതായത് ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ എൻ്റെ സെർവർ ലോഗിൻ ചെയ്ത് സെർവർ മാനേജർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആഡ് റോൾ ആൻഡ് ഫീച്ചേഴ്സ് സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. റോൾ ബേസ്ഡ് എന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇത് ഡിഫോൾട്ട് തന്നെ നമ്മൾ വിട്ടേക്കുക. ഇവിടെയാണ് നമ്മളത് എന്താണ് നമുക്ക് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ കൺട്രോളർ, അതാണ് നമ്മളുടെ ADDS എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ DNS സെർവറും കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇത് നെക്സ്റ്റ് അടിക്കുക, വീണ്ടും നെക്സ്റ്റ്, ഇൻസ്റ്റാൾ കൊടുക്കുക. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻസ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഓർഗനൈസേഷൻസ് ഒക്കെയാണ്. അത് ലൈക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓഫീസസ്, സ്കൂൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ മോസ്റ്റ്ലി ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് ടൈം എടുക്കും, ഡിപ്പെൻഡിങ് ഓൺ യുവർ സിസ്റ്റം കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സെർവർ മാനേജറിലൂടെ നോക്കിയാൽ കാണാം ADDS, അതായത് നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് ആഡ് എ ന്യൂ ഫോറസ്റ്റ് എന്നാണ്. ശേഷം നമ്മൾ ഡൊമൈൻ നെയിം കൊടുക്കുക. അത് നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഓർഗനൈസേഷൻ്റെ നെയിമോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ ഡിപ്പെൻഡിങ് ഓൺ കമ്പനി നെയിം, അങ്ങനെ എന്തെങ്കിലുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. നമ്മുടെ സെർവർ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായി കിടക്കുന്നത് 2016 ആണ്. അപ്പോൾ നമ്മളത് തന്നെ വയ്ക്കുകയാണ്. ഇതിൽ ഓൾറെഡി നമ്മൾ നെറ്റ് ബയോസ് നെയിം ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഓൾറെഡി ഹോസ്റ്റ് നെയിം കൊടുത്തതുകൊണ്ട് നമ്മളുടെ ഡൊമൈൻ നമ്മൾ അവിടെ ഫസ്റ്റ് സെറ്റ് ചെയ്തിരുന്നല്ലോ, അതിന് ഡിപ്പെൻഡിങ് ഓൺ ആയിട്ടാണ് ഇവിടെ വരിക. നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുക, വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക.
ഫൈനൽ ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഇവിടെ മുകളിൽ നടക്കുന്നതായി കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആകാൻ പോവുകയാണ്. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ വിൻഡോസ് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ആവും. റീസ്റ്റാർട്ടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡൊമൈൻ കൺട്രോളർ ആക്റ്റീവായിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡൊമൈൻ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും CCS ടെക്. നമ്മളെ ഈ CCS ടെക്കിൻ്റെ അണ്ടറിലുള്ള ആയിരിക്കും ഇനി എല്ലാ യൂസേഴ്സും ലിസ്റ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നോക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ സെർവർ അപ്പായി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ നമ്മുടെ ADDS സെർവർ ആക്റ്റീവായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ADDS സെർവർ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിൻഡോസ് സെർവർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എക്സൈറ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നു. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.